ഈ മുറിക്കകത്തിരുന്ന് എഴുതലൊന്നും നടക്കൂല. ഒരു മൂടി കിട്ടണല്ല. എടാ, നമ്മളുടെ അടുത്ത് എവിടെയെങ്കിലും എഴുതാൻ പറ്റിയ നല്ല മൂടിന് പറ്റിയ സ്ഥലമുണ്ടോ? അല്ല കാടാ, പുഴേ, അങ്ങനെ എന്തെങ്കിലും? ഒരു പുതിയൊരു സംഭവം പ്ലാൻ ഉണ്ട്. പക്ഷെ എഴുതാനൊരു മൂഡ് കിട്ടണം. ഓക്കെ എനിക്ക് മനസ്സിലായി. അവിടെ ഉണ്ടല്ലേ? ശരിയടാ. പുറത്തേക്ക് പോകണം, എന്നാലാണ് നന്നായിട്ട് എഴുതാൻ പറ്റും. മുറിക്കകത്തിരുന്നാലേ എഴുത്ത് നടക്കൂല. എന്താ ഈ കാട്ടില് തനിച്ച്? തനിച്ചല്ലോ, ഇപ്പൊ നീയും ഇല്ലേ? തമാശിച്ചതാണല്ലേ? അല്ല, നീ എന്താ ഇവിടെ തനിച്ച്? എന്താ ഇവിടെ പരിപാടി? ഞാനേ എഴുതാൻ വന്നതാണ്. എഴുതാനുള്ള തന്നെ ഒരു മൂഡ് കിട്ടണല്ലോ. നീ എഴുത്തുകാരനാണല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയട്ടെ. നീ എന്ത് കഥ എഴുതുന്നത്? നാടകമോ അതോ സിനിമയോ? നാടകമൊന്നുമല്ല, സിനിമയാണ് എഴുതുന്നത്. എന്നാ കഥയൊന്ന് കേൾക്കട്ടെ. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 13 മക്കളായിരുന്നു. അതിൽ 13ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ ജനനശേഷം മൂത്തയാൾ മുതൽ 12ാമത്തെ ആൾ വരെ ഓരോ വർഷവും മരണപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം ഇനി ഞാൻ മാത്രമായി. എൻ്റെ അമ്മ 13 പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തത് കൊണ്ടാണോന്നറിയില്ല, എൻ്റെ ജനനത്തോടെ എൻ്റെ അച്ഛൻ പടിയിറങ്ങി. പിന്നെ ഞങ്ങളാരും അച്ഛനെ കണ്ടിട്ടില്ല. എല്ലാ സങ്കടങ്ങളും മറന്ന് എൻ്റെ അമ്മ എന്നെ പൊന്നുപോലെ വളർത്തി. എൻ്റെ കോളേജ് പഠനകാലത്താണ് ഞാൻ അബ്ബാസിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ പതിയെ പ്രണയത്തിലായി. ഞങ്ങൾ എന്നും വരുന്ന സ്ഥലമാണ് ഈ കാട്. കഥ കൊള്ളാം. അപ്പൊ പിന്നെ അബ്ബാസിന് എന്ത് പറ്റി? 1984 ഞങ്ങളുടെ മരണശേഷം പിന്നീട് ഞങ്ങളിവിടെ വരുന്നത് ആരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ മരണശേഷം ഞങ്ങളിവിടെ വരുന്നത് പിന്നീട് ആരും കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഒരു സ്വപ്നമാണോ, അല്ലെങ്കിൽ ഇതൊരു റിയാലിറ്റിയാണോ? എൻ്റെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? എന്താണേലും എൻ്റെ ഒരു സിനിമ ഇവരെക്കുറിച്ചായിരിക്കും.